കേന്ദ്ര ഗവൺമെന്റ് 22 വളരെ പ്രശസ്തങ്ങളായ പരീക്ഷകൾ, IAS മുതൽ IFS മുതൽ IPS മുതൽ എല്ലാം ചേരുന്ന 22 പ്രധാന പരീക്ഷകൾ ഓൾ ഇന്ത്യ തലത്തിൽ എന്ന് പറയുമ്പോൾ 145-146 കോടിയോളം ജനങ്ങളുള്ള ഇന്ത്യയിൽ അവരെല്ലാവരും ഈ പരീക്ഷ ഇപ്പോഴും എഴുതുന്നില്ല. അതിൽ അർഹതയുള്ള എല്ലാവരും എഴുതുന്ന പരീക്ഷയാണ്. ആ പരീക്ഷകൾ 22 പരീക്ഷകളും വേറെ എന്തെല്ലാമുണ്ട്. ഈ 22 പ്രധാനപ്പെട്ട പരീക്ഷകളെ ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ നടത്തുന്ന UPSCയിൽ 10 മെമ്പേഴ്സ്, 9 മെമ്പേഴ്സായിരുന്നു. അടുത്ത കാലത്ത് ഒരു മെമ്പറും കൂടി വന്നതോടെ 10 മെമ്പേഴ്സാണ് ഉള്ളത്. അതേ സമയത്ത് കർണാടകത്തിൽ 13 മെമ്പേഴ്സാണ്, തമിഴ്നാട്ടിൽ 14 മെമ്പേഴ്സാണ്. അങ്ങനെ ഓരോ ഇപ്പോൾ UPയിൽ 5ഓ 6ഓ മറ്റോ മെമ്പേഴ്സാണ്. UP ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 17% ഉള്ള സംസ്ഥാനമാണ് UP. ആ UPയിൽ പോലും 8ൽ താഴെയാണ് PSC മെമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് കേരളത്തിൽ എത്രയാണുള്ളത്? ഇപ്പോൾ 21 പേരാണ്. വിമർശകർ പറയുന്നത് 2 സർക്കാരുകൾ, UDF സർക്കാരായാലും LDF സർക്കാരായാലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ അവനവൻ്റെ ആൾക്കാരെ, അതായത് ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ഐക്യ LDF മുന്നണിയാണെങ്കിലും അവരുടെ ഘടക കക്ഷികൾക്കൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള വലിയ പോസ്റ്റുകൾ എറിഞ്ഞു കൊടുക്കുന്നു. അഥവാ ഞങ്ങൾ പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക്, പ്രതിപക്ഷത്തേക്ക് പോകുമെന്നെങ്ങാൻ പറഞ്ഞാൽ ഉടനെ കണ്ടെത്തും ഇതുപോലെ ഏതെങ്കിലും മെച്ചപ്പെട്ട ചില തസ്തികകൾ അവരെ പിടിച്ചു നിർത്താനായിട്ട്. അപ്പം അങ്ങനെ പിടിച്ചു നിർത്താൻ വേലി കെട്ടുന്ന ഇതിനു വേണ്ടിയാണ് പലപ്പോഴും ഈ എണ്ണം കൂട്ടി കൊണ്ടുവരുന്നത്. അങ്ങനെ 21 എണ്ണമായി. അപ്പോൾ ഓർക്കണം, കേരളത്തെ പറ്റി എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഫുള്ളി ഡിജിറ്റൽ, അതുപോലെ പരീക്ഷയൊക്കെ ഓൺലൈനിലായി എന്നാണ് പറയാറുള്ളത്. അതായത് PSC പരീക്ഷകളൊക്കെ ഓൺലൈനിലായി എന്നാണ് പറയുന്നത്. ഒരു പരിധി വരെ അത് ശരിയാണ് താനും. അപ്പോൾ ഓൺലൈനിൽ പരീക്ഷ നടത്തുകയും ഒക്കെ ചെയ്യുന്നിടത്ത് ഈ 21 മെമ്പേഴ്സ് എന്തിന്? ഇപ്പോഴത്തെ ഭരണപക്ഷം പറയുന്നു, അതൊക്കെ UDF കൊണ്ടുവന്നതാണ് ഇത്രയധികം എണ്ണങ്ങൾ. എന്തുകൊണ്ട് LDF വന്നപ്പോൾ അവർക്കത് മാതൃകാപരമായി കുറച്ച് 8ഓ 7ഓ ഒക്കെ ആക്കി കൊണ്ടുവരാമായിരുന്നു. കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.71 ഈ പ്രാവശ്യം കേന്ദ്രം പുറത്തുവിട്ട, നീതി ആയോഗ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 2.71%. അതായത് 17% UPയിൽ 5ഓ 6ഓ മെമ്പേഴ്സേ ഉള്ളൂ, PSC മെമ്പേഴ്സേ ഉള്ളൂ എങ്കിൽ 2.71% മാത്രമുള്ള കേരളത്തിൽ എന്തിനാ 21 മെമ്പേഴ്സ്? അപ്പോൾ മുഖ്യമന്ത്രി അതിന് പറയുന്ന ഉദാഹരണം എന്താണെന്നറിയാമോ? കേരളത്തിലാണ്, ഇന്ത്യയിൽ ആകെ നടക്കുന്ന PSC അപ്പോയിൻമെന്റ്സിൽ കേരളത്തിലാണ് 60% നടക്കുന്നത്. അത് നല്ല തമാശയാണ്. മുഖ്യമന്ത്രി അത്രയുമേ അതേപ്പറ്റി ചിന്തിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയേറെ PSC അപ്പോയിൻമെന്റ്സ് നടക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കാതിരിക്കുന്നത്? കാരണം മറ്റ് സംസ്ഥാനങ്ങൾ വ്യാവസായികമായി മുന്നിട്ട് നിൽക്കുന്നു. ഒന്നാന്തരം വ്യാവസായിക ജോലികൾ സ്വകാര്യ മേഖലയിൽ ലഭ്യമായിരിക്കെ സർക്കാരിന്റെ നക്കാപ്പീച്ച വേണ്ട എന്ന് പറഞ്ഞു പോകുന്നവരായിരിക്കും അധികം യുവാക്കളും. അതുപോലെ തന്നെ കാർഷിക മേഖല, പൊതുവെ ഇന്ത്യയിലെ കാർഷിക മേഖലയെ മോദി ഗവൺമെന്റും തമസ്കരിച്ചിരിക്കുകയാണ് ഒരു വലിയ പരിധി വരെ. അതുകൊണ്ടാണ് വർഷങ്ങൾ നീണ്ട സമരവും ഒക്കെ ഉണ്ടായത്. എങ്കിൽ പോലും കാർഷിക മേഖലയിൽ നല്ല സാധ്യതകൾ തേടി ഒരുപാട് എംപ്ലോയ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോഴും അവിടെ PSCക്ക് വേണ്ടിയുള്ള ക്ലെയിം കുറവാണ്. ഇനി അതുപോലെ അതേ സമയത്ത് കേരളത്തിലേക്ക് ഒന്ന് വന്നാലോ, കേരളത്തിലെ ആകെ ഒരു കച്ചി തുരുമ്പ യുവാക്കൾക്ക്, അഭ്യസ്ത വിദ്യരായ യുവാക്കൾക്ക് ഒരു കച്ചിത്തുരുമ്പാണ് PSC വഴിയുള്ള ജോലി. കാരണം ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ പോലും ഇവിടുത്തെ ലേബർ മിലിറ്റൻസി മൂലം പുറത്തേക്ക് ഇറങ്ങിപ്പോയി, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി, അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ തൊഴിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസേ ഉള്ളൂ. പിന്നെ IT സെക്ടർ, ഈ അടുത്ത കാലത്ത് വികസിച്ചു വന്ന IT സെക്ടറിലാണ് കുറച്ച് യുവാക്കൾക്കൊക്കെ ജോലിയുള്ളത്. അപ്പം നാച്ചുറലി ആ IT സെക്ടർ വികസിച്ച് വന്നപ്പോഴുള്ള ഇത് നമുക്കറിയാം. ഇപ്പൊ PSC അപ്പോയിന്റ്മെന്റ്സ് കുറഞ്ഞു വരിക. പക്ഷേ അതിനു മുൻപാണെങ്കിൽ ലക്ഷക്കണക്കിന് അപ്പോയിന്റ്മെന്റ്സ് ഓരോ വർഷവും നടത്തിയിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഇത്ര കുറവായിട്ട് അപ്പോയിന്റ്മെന്റ്സ് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഉദ്യോഗാർത്ഥികളായിട്ടുള്ള PSCയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് പരീക്ഷയും എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടുന്നില്ല എന്ന സങ്കടത്തോടു കൂടി സമരം ചെയ്യുന്ന യുവാക്കളെ നമ്മൾ കേരളത്തിലേ കാണുന്നുള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്നില്ല. അപ്പൊ അതിൻ്റെയൊക്കെ കാര്യം ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കേരളത്തിൽ ആകെ ഈ ഗവൺമെന്റ് ജോലി അല്ലാതെ വ്യവസായ
മേഖലയിലൊന്നുമില്ല. ടൂറിസം നന്നായിട്ട് വികസിച്ച് വന്നാൽ ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട് ടൂറിസത്തിന് കേരളത്തിൽ. പക്ഷേ ഇവിടുത്തെ ധനപ്രതിസന്ധി മൂലം ടൂറിസം വികസനത്തിന് ആവശ്യമുള്ള തുക കണ്ടെത്താനോ വേണ്ടത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്താനോ മൂലധനം ചെലവഴിക്കാനോ പറ്റുന്നില്ല. അങ്ങനെ ആ മേഖലയും പതുക്കെ, അതായത് എങ്ങനെയാ വെച്ചാൽ ഒരുമാതിരി വളർച്ചയില്ലാതെ മുരടിച്ചു നിൽക്കുകയാണ്. ടൂറിസം മേഖല പോലും മുരടിച്ചു നിൽക്കുകയാണ്. കോവിഡൊക്കെ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നില്ല കേരളത്തിൽ. കാരണം ഏത് പദ്ധതി എടുത്താലും അവിടെയൊക്കെ മൂലധനം ചെലവഴിക്കാം എന്ന് പറയുന്നതല്ലാതെ ചെലവഴിക്കുന്നില്ല. കാരണം ധനപ്രതിസന്ധി അത്ര രൂക്ഷമാണ് കേരളത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള, പിന്നെ മാത്രമാണോ കേരളത്തിൽ കൂടുതൽ PSC അപ്പോയിന്റ്മെന്റ് നടത്തുന്നു പറയുന്നതിൽ വേറൊരു സത്യവും കൂടിയുണ്ട്. കാരണം കേരളത്തിൽ ആവശ്യത്തിലധികം തസ്തികകളാണ് ഗവൺമെന്റ് സെക്ടറിലും ഒക്കെ, എയ്ഡഡ് സെക്ടറിലും ആവശ്യത്തിലധികം തസ്തികകളുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രൊട്ടക്റ്റഡ് അധ്യാപകർ എന്നൊരു കാറ്റഗറി ഉണ്ടാകുന്നത്. ആവശ്യത്തിലധികം അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത് കൊണ്ടാണ് പ്രൊട്ടക്റ്റഡ് അധ്യാപകർ എന്ന് പറഞ്ഞ ഒരു വലിയ കാറ്റഗറി ഇവിടെ കേരളത്തിലുള്ളത്. അപ്പൊ അങ്ങനെ ആവശ്യത്തിലധികം അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നുള്ള ഒരു തെളിവ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ റവന്യൂ സെക്ടർ എടുക്കുക, കേരളത്തിന്റെ 3000-ലധികം വർക്കേഴ്സാണ്, എംപ്ലോയീസ് ആണ് ഇവിടുത്തെ റവന്യൂ സെക്ടറിലുള്ളത്. മറിച്ച് ഗുജറാത്ത് എടുക്കുക, ഗുജറാത്ത് കേരളത്തെക്കാൾ വലിയ സംസ്ഥാനമാണല്ലോ. 300 തൊഴിലാളികളാണ് റവന്യൂ സെക്ടറിലുള്ളത്. അതിനൊക്കെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ന്യായം കാണും പറയാൻ. പക്ഷെ ഇതുപോലെയാണ്, അതായത് 2013, 14, 15 വർഷങ്ങളിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിലായിരുന്ന സമയത്ത് ഞങ്ങളൊരു പഠനം നടത്തി. എക്സസ് എംപ്ലോയീസ് ഉണ്ടോ, ആവശ്യത്തിലധികം എംപ്ലോയീസ് ഉണ്ടോ സെക്രട്ടേറിയറ്റിൽ എന്ന് നോക്കാൻ. അപ്പോൾ കണ്ടത് 37,000-ലധികം, കൃത്യമായിട്ട് നമ്പർ ഞാൻ ഓർക്കുന്നില്ല, 37,000 അധികം എംപ്ലോയീസ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ ആ നമ്പറിന്റെ കൃത്യത ഇപ്പോൾ ഓർമ്മയില്ല. ബുക്ക് നോക്കണം, എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇപ്പോൾ അരികിലില്ല. അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് കണ്ടെത്തി. അതിനുശേഷവും അതിൽ കുറെ പേര് പിരിഞ്ഞു പോയി കാണും. പക്ഷെ ആ പിരിഞ്ഞു പോയതിനേക്കാൾ കൂടുതൽ വീണ്ടും എംപ്ലോയ് ചെയ്ത്, പുതിയതായിട്ട് എംപ്ലോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കണക്കുമില്ലാതെ, അതേ സമയത്ത് നമ്മൾ നോക്കണം, വെസ്റ്റേൺ കൺട്രീസിലോ US-ലോ ഒക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പൊ പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ കടന്നുവരവ്, നമ്മുടെ ജോലിഭാരമൊക്കെ, അതായത് ഓഫീസുകളിലെ ജോലിഭാരം, ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിലോ എല്ലായിടത്തും കമ്പ്യൂട്ടറൈസ്ഡാണ്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ പോലും എല്ലാ തസ്തികകളിലും, അതായത് പഴയതുപോലെ തന്നെ തസ്തികകൾ തുടരുന്നു. കമ്പ്യൂട്ടറൈസേഷനൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ തസ്തികകൾ തുടരുന്നു. പിന്നെ എന്തിനാ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എണ്ണം കുറയണം. അപ്പൊ അങ്ങനെയുള്ള റാഷണലൈസേഷൻ ഒന്നും കേരളത്തിൽ നടക്കുന്നില്ല. അതൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ മാത്രം അവശേഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെലവുകൾ ഇതുപോലെ കൂടി വരും. ആവശ്യമില്ലാത്ത അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടത്തി ഇപ്പൊ തൊഴിൽ സൃഷ്ടിക്കാൻ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ എന്നിരിക്കെ അങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനെ എതിർക്കാനും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഗവൺമെന്റൽ മെഷീനറിയുടെ എഫിഷ്യൻസി നമുക്കറിയാം. ട്രംപ് വന്നതിന് ശേഷം അമേരിക്കയിലാണ് എലൺ മസ്കിന്റെ കീഴില് ഇക്കണോമിക് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെയുള്ള അനോമലീസ് ഒക്കെ ഇല്ലായ്മ ചെയ്ത്, അപ്ഡേറ്റ് ചെയ്ത്, ടെക്നോളജിയുടെ സഹായത്തോടു കൂടി എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയാണ് ആ എഫിഷ്യൻസി വകുപ്പിന്റെ സ്ഥാപിക്കാനുള്ള കാരണം. അതൊന്നും എന്ത് നല്ല പാഠങ്ങൾ മറ്റു രാജ്യങ്ങളിൽ കണ്ടാലും അതൊന്നും പഠിക്കില്ല. അതേ സമയത്ത് പഠിക്കരുതാത്തത് എന്തുണ്ടോ അതൊക്കെ നമ്മുടെ ഗവൺമെന്റുകൾ ഏറ്റെടുക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കാലാകാലങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ആവശ്യമില്ലാത്ത തസ്തികൾ വേണ്ടാന്ന് വെക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണെങ്കിലും ഈ PSCയുടെ മെമ്പേഴ്സ്, PSC അംഗങ്ങളുടെ എണ്ണം ഈ ഗവൺമെന്റ് മാതൃകയായിട്ട് വെട്ടിക്കുറയ്ക്കട്ടെ, 5 or 6 ആയിട്ട് ചുരുക്കട്ടെ. അങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ അത് നയപരമായ ഒരു തീരുമാനമാണെന്ന് പറയാം. അതായത് PSC റാങ്ക് ലിസ്റ്റ് കുട്ടികൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ കാത്തിരിക്കുമ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് വരും, നയപരമായ ഒരു തീരുമാനം എടുത്തു, ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ ഈ PSCയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരോട് പറഞ്ഞുകൂടെ, ഇവിടെ എക്സസ് അപ്പോയിന്റ്മെന്റ് ആണ്, അതുകൊണ്ട് ഈ ആവശ്യമില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത്രയും പോസ്റ്റുകൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ജനക്ഷേമമായിരിക്കണം ഗവൺമെന്റിന്റെ ആധാരശില. ജനക്ഷേമമല്ല ഗവൺമെന്റിന്റെ ആധാരശില എങ്കിൽ
സ്വന്തം പാർട്ടിക്കാരെ തിരികെ കയറ്റുക, വീണ്ടും വീണ്ടും അധികാരത്തിൽ വരിക, സ്വന്തം പോക്കറ്റ് ശക്തമാക്കുക, ഇതൊക്കെയാണ് ഒരു ഗവൺമെന്റിന്റെ ലക്ഷ്യമെങ്കിൽ ഇത്തരം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഗവൺമെന്റിനെ കൊണ്ടാകില്ല. നമ്മളൊട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോയാൽ വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ കേരളത്തിനും എത്തും. എന്താണ് വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ? വെസ്റ്റ് ബംഗാളിലെ അടുപ്പ് എരിയണമെങ്കിൽ കേരളത്തിൽ വന്ന് ജോലി ചെയ്യണം. പക്ഷേ കേരളത്തിലെ മക്കൾക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ ഒക്കില്ല. കാരണം അവിടുത്തെ കൂലി വളരെ നിസ്സാരമാണ്. അതുകൊണ്ടാണല്ലോ, അതായത് 35 വർഷം ഭരിച്ച LDF ഭരിച്ച വെസ്റ്റ് ബംഗാളിലെ കൂലി കേരളത്തിലെ കൂലിയുമായി ഒരു താരതമ്യവുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായെങ്കിൽ അത് LDF വഴിയായിട്ടാണോ? തീർച്ചയായിട്ടും അല്ല, അത് UDF വഴിയായിട്ടാണ്. അതായത് ഒരു കോമ്പറ്റീഷൻ UDF LDF ഒന്നിടവിട്ട് വന്നുകൊണ്ടിരുന്നത് കാരണം പരസ്പരം ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയും വേജസ് ഒക്കെ പിന്നെ ഉയരുകയും ചെയ്തു. പക്ഷെ ഇവിടെ കൂലി വർദ്ധിച്ചത് അതുകൊണ്ടൊന്നും അല്ല. കൂലി വർദ്ധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളാണ്. അവരെ പ്രവാസത്തിൽ പോയി കിട്ടിയ പണം ആദ്യഘട്ടങ്ങളിലൊക്കെ ഭവന നിർമ്മാണത്തിന് ഒക്കെ ആയിട്ടാണ് അത് ഉപയോഗിച്ചത്. അപ്പൊ ഭവന നിർമ്മാണ മേഖലയിൽ വലിയ ഒരു എന്താ പറയുക ബൂസ്റ്റ് ഉണ്ടായി. ആ ബൂസ്റ്റ് പീരീഡില് തൊഴിലാളികൾ ഇവിടെ തന്നെ ഇല്ലാത്തതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളും വന്നു. അതിനേക്കാൾ ഉപരി നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളും ഇങ്ങോട്ട് ചേക്കേറി. അതായത് നഗരങ്ങളിലേക്കും നഗരപ്രാന്തങ്ങളിലേക്കും ചേക്കേറി. അങ്ങനെ വന്നപ്പോൾ കാർഷിക മേഖലയിലും ഇല്ല തൊഴിലാളികൾ. അങ്ങനെ വന്നപ്പോൾ എല്ലായിടത്തും കൂലി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് കേരളത്തിൽ വലിയ വർധനവ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കൂലി വർധനവിൻ്റെ ആർക്കെങ്കിലും ഒരു അഭിനന്ദനം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കേണ്ടത് പ്രവാസികൾക്കാണ്. പക്ഷെ അവിടെയും നമ്മൾ ഓർക്കുക, കൂലി വർധനവ് തന്നെ കേരളത്തിന്റെ വികസനത്തിന് ഒരു തടസ്സവുമാണ്. കാരണം ഈ വർദ്ധിച്ച കൂലിയിൽ പോലും ജോലി ചെയ്യാൻ തൽപരരല്ല മലയാളികൾ എന്നുള്ളതാണ് ഗതികേട്. അപ്പം അത് മാത്രവുമല്ല, അതായത് മുതൽ മുടക്കുന്നവൻ ശത്രുവാണ് എന്ന് കാണുന്ന തൊഴിലാളി ഭാവന, അതും അപകടകരമായ ഭാവനയാണ്. അങ്ങനെയുള്ള ഭാവന നട്ടുവളർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയോ രാജ്യമോ ഒരിക്കലും പുരോഗതിയിലേക്ക് നയിക്കില്ല. തൊഴിലാളികളുടെ മിത്രമാണ് മുതൽ മുടക്കുന്ന മുതലാളി. ആ മുതലാളി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്ന് കണ്ടാൽ നിലയ്ക്ക് നിർത്താനാണ് ഭരണകൂടം. അതല്ലാതെ ഇവരെ തമ്മിൽ അടുപ്പിച്ച് ഇവിടെ വികസനമില്ലാത്ത വരുത്തുന്നതല്ല ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ലക്ഷ്യം.